ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. സിറ്റ് ഔട്ടിൽ പതുങ്ങിയിരിക്കുന്ന സുസ്മിതയെ പിടികൂടുകയാണ് പിള്ളച്ചേട്ടനും വിഷ്ണുവും കൂടി. ഞാനിവിടെ വെറുതെ കാറ്റുകൊള്ളാൻ വന്നിരിക്കുന്നതാണെന്ന് സുസ്മിത പറഞ്ഞെങ്കിലും സുസ്മിതയെ കൈയോടെ പിടികൂടി അകത്തേക്ക് കൊണ്ടുപോവുകയാണ് വിഷ്ണു. തുടർന്ന് പിള്ളച്ചേട്ടൻ പറയുകയാണ്, അത് സത്യമേ, ഈ സുസ്മിതയുണ്ടല്ലോ, അവൾ പുറത്ത് പതുങ്ങിയിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും അകത്തുനിന്നാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തോ കള്ളത്തരം കാണിച്ചതുപോലെ തോന്നിയതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്നതാ. ഇത് കേൾക്കുന്ന ശാലിനി പറയുകയാണ്, ഞാൻ അവളോട് കാര്യങ്ങൾ ചോദിച്ചോളാം. അങ്ങനെ ശാലിനി അടുത്തേക്ക് വരുമ്പോൾ സുസ്മിത പറയുകയാണ്, എൻ്റെ കയ്യിൽ തയ്ക്കാൻ കൊടുക്കാനുള്ള തുണിയാ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിന് നിന്റെ കയ്യിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ സുസ്മിതേ. ഇവക്കിട്ട് രണ്ടെണ്ണം കൊടുത്താലേ ശരിയാകൂ എന്ന് പറഞ്ഞ് വിഷ്ണു സുസ്മിതയെ കൈവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ സുസ്മിത പറയുകയാണ്, ദേ വിഷ്ണുവേട്ടാ, ഞാനൊരു പെണ്ണാണെന്നുള്ള കാര്യം വിഷ്ണുവേട്ടന് ഓർമ്മ വേണം. ഇത് കേൾക്കുന്ന ശാലിനി പറയുകയാണ്, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വിഷ്ണുവേട്ടാ ഇവളെ ഇവിടെ കൈകാര്യം ചെയ്യാൻ. വിഷ്ണുവേട്ടൻ ഒന്നും ചെയ്യണ്ട. പിന്നെയും ശാലിനി സുസ്മിതയെ നോക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, നീ എന്നോട് കൂടുതൽ ആള് കളിക്കാനൊന്നും വരണ്ട. നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ആയിട്ടുമില്ല. ഇത് കേൾക്കുന്ന ശാലിനി പൊന്നിയോട് പറയുകയാണ് അവളുടെ കയ്യിലെ കവറിൽ എന്താണെന്ന് നോക്കാൻ. അങ്ങനെ പൊന്നി ആ കവറിൽ പിടിച്ച് വലിക്കുമ്പോൾ കവറിലുള്ള ആഭരണങ്ങളൊക്കെ താഴേക്ക് വീഴുകയാണ്. ആഭരണങ്ങളൊക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. അയ്യോ, സ്വർണമോ? ഈ കവറിൽ എവിടുന്നാ സ്വർണം വന്നത്? ഞാനിതിൽ തുണിയായിരുന്നല്ലോ ഇട്ടതെന്ന് സുസ്മിത പറയുമ്പോൾ അതെന്തെങ്കിലും രാസപ്രവർത്തനത്തിലൂടെ ആയതായിരിക്കും സുസ്മിതേ, അല്ലാതെ നീ തെറ്റൊന്നും ചെയ്തതായിരിക്കില്ലെന്ന് ശാലിനി പറയുന്നു. തുടർന്ന് ഭാമ ആഭരണങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അത് പ്രീതിയുടേതാണെന്ന് ഭാമ തിരിച്ചറിയുകയാണ്. ഇത് പ്രീതിയുടെ ആഭരണമാണല്ലോ എന്ന് പറയുമ്പോൾ പ്രീതിയും പറയുകയാണ്, അതേ അമ്മേ, ഇതെൻ്റെതാ. നീ വന്ന് വന്ന് കക്കാനും തുടങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് സത്യഭാമ സുസ്മിതയെ തല്ലാനൊരുങ്ങുമ്പോൾ രാഘവനാര് പറയുകയാണ്, വേണ്ട, അവളെ തല്ലണ്ട. തുടർന്ന് അർജുൻ പറയുകയാണ്, നേരത്തെ പ്രീതി കുഞ്ഞിനെ കൊണ്ട് മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിരുന്നു. ഞാനും ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ മുറിയിൽ എന്തൊക്കെയോ വീഴുന്ന ശബ്ദം കേട്ടിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അവൾ ആ സമയത്ത് മറഞ്ഞിരുന്നതാണെന്നാ. ബാമേ, അവളിപ്പോൾ ആരും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ശാരദാമ്മയുടെ ബാഗിൽ നിന്നും സ്വർണം കിട്ടിയപ്പോൾ എന്താണോ ചെയ്തത് അത് തന്നെ ഇവിടെയും ചെയ്താൽ മതി. പോലീസിനെ വിളിക്ക്. ഇത് കേൾക്കുന്ന സുസ്മിത ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അർജുൻ പോലീസിനെ വിളിക്കാൻ തുടങ്ങുകയാണ്. ഇത് കാണുന്ന ശാലിനി പറയുകയാണ്, വേണ്ട അർജുനേട്ടാ, പോലീസിനെ ഒന്നും വിളിക്കേണ്ട. പോലീസിനെ വിളിച്ചാലേ ഇവളും ഇവളുടെ CI ചിറ്റപ്പനും കൂടി എന്തെങ്കിലുമൊക്കെ പഴുതുകൾ ഒരുക്കി രക്ഷപ്പെടുകയുള്ളൂ. ഇവള് പ്രീതിയുടെ കൺമുന്നിൽ തന്നെയാ വേണ്ടത്. എങ്കിൽ മാത്രമേ പഞ്ചകൈലാസത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പ്രീതിക്ക് ഓർമ്മ വരികയും 17-ാം തീയതിയിലെ ഹിയറിങ്ങിൽ പ്രീതിക്കെല്ലാം തുറന്നു പറയാൻ സാധിക്കുകയും ചെയ്യൂ. ഇത് കേൾക്കുന്ന സുസ്മിത മനസ്സിൽ പറയുകയാണ്, ഇതിലും ഭേദം എന്നെ പോലീസ് കൊണ്ടുപോകുന്നതായിരുന്നു. അതേസമയം വിഷ്ണു പറയുകയാണ്, ഇവളുടെ തയ്ക്കാൻ കൊടുക്കാൻ പോകുന്ന ടൈലർ ആരാണെന്നറിയാമോ? SI ചന്ദ്രബോസ്. ഇത് കേൾക്കുന്ന ഭാമ ഒരു ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിഷ്ണു ഭാമയോടും മറ്റുള്ളവരോടും പറയുകയാണ്. ഇത് കേൾക്കുന്ന ഭാമ സുസ്മിതയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നോക്കുമ്പോൾ സുസ്മിതയുടെ ഫോണിലെ ലാസ്റ്റ് കോള് ചന്ദ്രബോസിനെ ആയിരുന്നു. ഇതും കൂടിയാകുമ്പോൾ ഭാമ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും കോടതി ആയിരിക്കില്ല സുസ്മിതയെ നിനക്ക് വിധി കൽപ്പിക്കാൻ പോകുന്നത്. ഈ സത്യഭാമ തന്നെയായിരിക്കുമെന്ന് ഭാമ ദേഷ്യത്തോടെ പറയുന്നു. നീയേ ശാലിനി പറഞ്ഞതുപോലെ ഇവിടെ തന്നെയാ വേണ്ടത്. നീ നിന്റെ മുറിയിലേക്ക് പോയിക്കോ എന്ന് ഭാമ പറയുമ്പോൾ എൻ്റെ ഫോണെന്ന് പറയുകയാണ് സുസ്മിത. നിന്റെ ഫോണല്ല, നിന്റെ ഫോൺ പോയിട്ട് ഒന്നും തരാൻ പോകുന്നില്ല, നീ പോയിക്കോ. ഇത് കേൾക്കുന്ന സുസ്മിത പേടിയോടെ തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ഇത് കാണുന്ന രാഘവനാർ പറയുകയാണ്, ഭാമയ്ക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ക്ഷമ ചോദിക്കേണ്ടവരോടൊക്കെ ക്ഷമ ചോദിക്കാമെന്ന് രാഘവനാർ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി കൈ കൂപ്പുകയാണ് ഭാമ. ഇത് കാണുന്ന വിഷ്ണു പറയുകയാണ്, എൻ്റെ അമ്മ ആരുടെ മുന്നിൽ തല കുനിക്കാൻ പാടില്ല. തല കുനിച്ച പിന്നെ ഈ വിഷ്ണുവിന് എന്ത് വിലയാ ഉള്ളത്? ഇത് കേൾക്കുന്ന വിഷ്ണു ഭാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ അമ്മയും മോനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ തീർപ്പാകുന്നു. തുടർന്ന് രാഘവനാർ പറയുകയാണ്, വിഷ്ണു, ഇപ്പോൾ സത്യഭാമയും നീയും രണ്ടല്ല ഒന്നാണ്. നീ ഇനി ആ ചിന്തയോടെ വേണം ജീവിക്കാൻ. തുടർന്ന് ഭാമ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. രാജീവ് സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് ശാരദാമ്മ. അതേസമയം കഴിച്ചുകൊണ്ടിരിക്കുന്ന ശങ്കരൻ പറയുകയാണ്, ചൂളയിൽ ഉഷയാണല്ലോ വരുന്നത്. വരുന്ന വരവിൽ അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല, എന്തോ കാര്യമുണ്ട്. തുടർന്ന് അവരകത്തേക്ക് കയറി വന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുകയാണ്, എവിടെ നിങ്ങളുടെ മോള് ശാരിക? ഞാനേ അവളെ കാണാൻ വേണ്ടിയാ വന്നത്. ഇത് കേൾക്കുന്ന ശാരദാമ്മ അമ്പരപ്പോടെ അവരെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.